അല്ല, കുറച്ചുകാലം മുമ്പ് സേവന വാരത്തിന് അവിടെ ഉണ്ടായിരുന്ന കാടൊക്കെ വെട്ടിത്തെളിച്ചു. അന്ന് മുതല് ആ കുണ്ടിമരം നമുക്കൊരു തലവേദനയാ. എന്നാ പിന്നെ അതങ്ങ് വെട്ടിക്കളഞ്ഞൂടെ? നല്ല കാര്യമായി. അല്ല, നിങ്ങളുടെ സാറ് കൃത്യസമയത്ത് തന്നെ എത്തുവോ? ആ കാര്യത്തിലൊക്കെ അങ്ങേര് കണിശുവാ. ലീവ് അല്ലെങ്കിൽ കൃത്യം 10 മണിക്ക് തന്നെ ഇവിടെ ഉണ്ടാവും. പുറത്ത് ഇത്രയും കാടില്ലല്ലോ. ഓ അതോ, അത് നമ്മുടെ സാറ് കാശ് കൊടുത്ത് വാങ്ങിച്ചു വെച്ചിരിക്കുന്ന ചെടിയാ. ഓക്സിജൻ ചെടിയെന്നോ മറ്റോ ആണ് പറഞ്ഞത്. ഇടയ്ക്ക് അതിന്റെ ഇലയൊക്കെ പറിച്ച് തിന്നത് കാണാം. അതെ ചേട്ടാ, ഞങ്ങളാണ് ആദ്യം വന്നത്. പുറകെ നിൽക്ക്. മോളെ മാറിക്ക്, സാറൊന്ന് കയറിക്കോട്ടെന്ന്. സോറി സർ, ആളറിയാതെ. വരൂ. സോറി സർ, ആളറിയാതെ പറ്റിയതാ. കുഴപ്പമില്ല. PSC അറസ്റ്റ് ചെയ്യാനല്ലേ? അതെ. ഒറിജിനൽ ഏതാ? എവിടെ എവിടെ? ഈ പുള്ളി ഇരട്ടാളാണോ? ഇല്ല, എന്ത് പറ്റി? അല്ല, ഇതുപോലൊരു പുള്ളി വീട്ടിൽ വർക്ക് പണിക്ക് വന്നിട്ടുണ്ട്. അതീ പഹയൻ തന്നെയാണ് മോളെ. ഇപ്പോഴത്തെ പിള്ളേര് കാശും കൊടുത്ത് ജിമ്മിൽ പോകും. എന്തിനാ? മസിൽ ഉരുട്ടാൻ. എന്നാ നമ്മുടെ സോമൻ സാറ് പഴയ വാർക്ക കമ്പനിക്കാരെ വിളിക്കുമ്പോഴേ ജിമ്മിൽ പോണ പോലെ അങ്ങ് പോവും. അതിനങ്ങനെ കാശൊന്നും വാങ്ങിക്കുന്നില്ലെന്നാ ഞാൻ കേട്ടത്. ഇതാണ് ജൂനിയർ ജൈവൻ, സാറിന്റെ ശിഷ്യനാ. ചമ്രം പഠിച്ചിരുന്നേ വെള്ളം കുടിക്കൂ. ഞാനിത് പണ്ടേ പറയുന്ന വെട്ടിക്കളയാനായിട്ട്. പോലെ ഇങ്ങനെ ഉന്തി നിൽക്കുന്നതോ? വനിതാ പ്രവർത്തകരുണ്ടോ? ഇത് കണ്ടിട്ട് പ്രസിഡന്റ് എന്ത് തോന്നുന്നു? ഓ, എന്തൊരു ഫിനിഷിംഗ് അല്ലേ കുണ്ടിമരം. അല്ല, ഈ പ്രകൃതിയുടെ ഒരു വികൃതി എന്നല്ലാതെ എന്നാ പറയാനല്ലേ. ഈ കുണ്ടിമഴ രണ്ടെണ്ണോ കണ്ടിച്ചു കളയണം സാറേ. അതുപോലെ കീടാശില കലക്കി വെച്ച് അതങ്ങ് പൊക്കോളും. സോമൻ ചേട്ടാ, മരം നശിപ്പിക്കാൻ അവരുടെ പരിപാടി. നീ മാറിക്കേ. ഇവരുടെയൊക്കെ അഭിപ്രായം ആലോചിച്ച് വേണമെങ്കിൽ നമുക്കിതൊക്കെ ചെത്തിക്കളയാം ഈ ഭാഗം, അല്ലേ? പൊതുവായിട്ട് പറഞ്ഞാല് നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായം ഇതങ്ങ് ചെത്തിക്കളയണമെന്നാണ് അല്ലേ? ചെത്തിക്കളയാൻ ചിലപ്പോ പിന്നെ മുഴ വരും. പിന്നെന്തോ ചെയ്യും? അപ്പൊ മൊത്തത്തിൽ വെട്ടാനായിരിക്കും അല്ലേ? അല്ലേ സോമൻ പറഞ്ഞല്ലേ, എന്നാ പിന്നെ മൊത്തത്തിലൊക്കെ വെട്ടിയേക്കാം. സാർ, ആരെന്ത് പറഞ്ഞാലും മതി മതി എന്ന് പറയേണ്ട സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കും നിങ്ങള്. എന്റെ പൊന്നു പരിസ്ഥിതിസോമ, ഒരു കല്യാണം കഴിച്ചാലേ തനിക്ക് പെണ്ണുങ്ങളുടെ ഫീലിംഗ്സ് ഒക്കെ മനസ്സിലാകത്തുള്ളൂ. ഈ മരത്തിന് പ്രശ്നം വന്നാലേ അതിന് പാവാട അടിക്കാൻ വകുപ്പൊന്നുമില്ല. അശ്ലീലം കണ്ട അപ്പ കട്ടിയണം. പിള്ളേരെ പെണ്ണുങ്ങളൊക്കെ വരുന്ന ഓഫീസാ. ഈ A സർട്ടിഫിക്കറ്റ് മരം വെച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല, വെട്ടിക്കളണം. അപ്പൊ പിന്നെ പുറത്തു കൊടുക്കണ്ട, മൊത്തത്തിൽ ഞാൻ അങ്ങ് ഏറ്റെടുത്തോളാം. എന്തേ? ആണോ? എങ്കിൽ കാണാം നമുക്ക്. കാണാതെ. ഇന്നത്തെ ഇടംകണ്ണിൽ വളരെ വ്യത്യസ്തമായ ഒരു ഉപവാസ സമരത്തിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. ഓഫീസ് വളപ്പിലെ വടവൃക്ഷത്തിൽ അശ്ലീലം കണ്ട് അത് വെട്ടുവാൻ ഒരുങ്ങിയവർക്കെതിരായി ആ മരത്തിന്റെ മുകളിൽ തന്നെ ഏറുമാടം കെട്ടി വളരെ വ്യത്യസ്തമായ ഒരു ഉപവാസ ശരിയാണല്ലോ, ആള് കൊള്ളാലോ. സർക്കാർ ജോലി ഉണ്ടായിട്ടാണ് വാർക്കപ്പണിക്ക് വന്നത്. കാശിനോട് ഇത്ര ആക്രാന്തം പാടില്ല. ഹലോ, ന്യൂസ് ഉണ്ടോടി? അങ്ങേരാ മരത്തിന് മണ്ട കയറി ഇരിപ്പ് തുടങ്ങി. കണ്ടോണ്ടിരിക്കുവാ. ഭ്രാന്തനാ അല്ലേ?